സിനിമാ രംഗത്തെ പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂരിലെ സംഗീത നാടക അക്കാദമി ഹാളിൽ മണിയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ KM ബിജു ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ബിജു, രാവിലെ മുതൽ തന്നെ ആളുകളുടെ പ്രവാഹമാണ് മണിയുടെ വീട്ടുവളപ്പിൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സംഗീത നാടക അക്കാദമി ഹാളിലും. സിനിമാ മേഖലയിൽ നിന്ന് ആരൊക്കെ എത്തുന്നു അന്ത്യോപചാരം അർപ്പിക്കാൻ മണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ? സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ, തൃശൂർ ജില്ലയിലെ പ്രമുഖരെല്ലാം തന്നെ കലാഭമണിയെ കാണാൻ ഈ സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വലുത് തൃശൂർ ജില്ലയുടെ ഒരു പരിചയം തന്നെ എന്ന് നമുക്ക് പറയാം. പുറത്തുള്ളത് 4 വഴികളിലായിട്ടാണ് ഇപ്പോൾ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയ നടനെ കാണാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലൂടെയും, നേരത്തെ ചാലക്കുടിയിലുള്ള വലിയൊരു ജനസഞ്ചയം മോർച്ചയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്നടക്കം കലാഭവൻ മണിയുടെ ആരാധകരും സഹപ്രവർത്തകരും മറ്റ് രംഗങ്ങളിലെ പ്രമുഖരെല്ലാം തന്നെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. 11 മണിയോടെ ഇവിടെ എത്തിച്ചേരുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും 1.5 മണിക്കൂറിന് ശേഷമാണ് കലാഭവൻ മണിയുടെ ഭൗതികശരീരം ഇവിടെ എത്തിച്ചതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം വരികളായി തന്നെ പുറത്തുണ്ടായിരുന്നു. ഇതിൽ ഇനിയും സമയമെടുക്കും ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും തങ്ങളുടെ കണ്ടു കഴിയാൻ. അതിനുശേഷം മാത്രമായിരിക്കും ചാലക്കുടി മുനിസിപ്പൽ ഓഫീസിലേക്ക് മണിയുടെ ഭൗതികശരീരം കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിനുള്ള ഇനിയും നേരത്തെ 5 മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നെങ്കിൽ അവസാന സംസ്കാര ചടങ്ങുകൾ ഇനിയും വൈകാനാണ് സാധ്യത. കാരണം ഇത്രയും വലിയ ജനക്കൂട്ടത്തെ എപ്പോഴാണ് തീരുമെന്ന് പറയില്ല. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും, വലിയ സജ്ജീകരണങ്ങൾ, സാങ്കേതിക പോലീസും രാഷ്ട്രീയ നേതൃത്വവും മറ്റ് സംവിധാനങ്ങളും എല്ലാം തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വലിയ രീതിയിൽ സജ്ജീകരണം നടത്തിയെങ്കിലും അവസാന നിമിഷമെല്ലാം അതെല്ലാം കെട്ടി, അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ജനക്കൂട്ടം വലിയ രീതിയിൽ ഇവിടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീകളും കുട്ടികളും എല്ലാ തരത്തിലുള്ള ആളുകളും തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഗോപി, ബിജുവാണ് വിവരങ്ങൾ നൽകുന്നത്. സംഗീത നാടക അക്കാദമി ഹാളിൽ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി. നേരത്തെ നിശ്ചയിച്ചത് വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുമെന്നായിരുന്നു. ഈ നിലയിൽ ജനപ്രവാഹം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ചാലക്കുടിയിലും മണിയുടെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ ഏറെ വൈകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിരവധി പേർ, ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. സംഗീത നാടക അക്കാദമി ഹാളിലാണ് ഇപ്പോൾ കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്നത്. ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നു. KM ബിജുവാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.